നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിന് ഇനി 48 ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ടീമുകളൊക്കെ അവരുടെ അവസാനവട്ട പ്രിപ്പറേഷൻസിലാണെന്ന് പറഞ്ഞാൽ കോച്ചുമാർ ആരെയൊക്കെ സ്ക്വാഡിലെടുക്കണമെന്നുള്ളതിൻ്റെ അവസാനവട്ട പ്രിപ്പറേഷനിലാണ്. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പ്രഖ്യാപനം, വേൾഡ് കപ്പ് സ്ക്വാഡിൻ്റെ പ്രഖ്യാപനം മെയ് 18 ഉണ്ടാകുമെന്ന് കോച്ച് കാർലോ അഞ്ചലോട്ടി സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഗബ്രിയേൽ ഹീസസ് പറയുന്നു, വേൾഡ് കപ്പിന് പോകാൻ ഞാൻ റെഡിയാണ്. എനിക്കെൻ്റെ ഗോളടിക്കാനുള്ള കഴിവുകളിലും അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുകളിലും അസിസ്റ്റ് കൊടുക്കാനും സ്പേസസ് ഓപ്പൺ അപ്പ് ആക്കാനും ഒക്കെയുള്ള കഴിവുകളിൽ നല്ല വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും വിങ്ങുകളിൽ കളിക്കാനും എനിക്ക് പറ്റും. ഞാൻ വേൾഡ് കപ്പ് സ്ക്വാഡിൽ കളിക്കുന്നത് സ്വപ്നം കാണുന്നു എന്ന് ഗബ്രിയേൽ ഹീസസ് പറയുന്നു. എനിക്കറിയാലോ, 2018 വേൾഡ് കപ്പിന് പോകുമ്പോൾ വലിയ ഹൈപ്പായിരുന്നു ഗബ്രിയേൽ ഹീസസിന്. നെക്സ്റ്റ് റൊണാൾഡോ, കുഞ്ഞു R9 എന്നവരെയൊക്കെ പലരും വിശേഷിപ്പിച്ചിരുന്നു. പക്ഷേ വേൾഡ് കപ്പിൽ ചീറ്റിപ്പോയി. അതിനുശേഷം പിന്നെ ബ്രസീൽ ടീമിൻ്റെ ഇൻ ആൻഡ് ഔട്ടായിട്ട് ഇങ്ങനെ നിന്നു എന്നല്ലാതെ പറയത്തക്ക ഒന്നും ഗബ്രിയേൽ ഹീസസ് ചെയ്തിട്ടില്ല. മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് ആഴ്സണലിലേക്ക് പോയിട്ട് പിന്നെ പരിക്കും ഒക്കെ ആയിട്ട് നല്ല രൂപത്തിൽ അദ്ദേഹം മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് വേൾഡ് കപ്പ് കോളപ്പ് ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഗബ്രിയേൽ ഹീസസിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവസാനം വരെ ഞാൻ പ്രതീക്ഷിക്കും, അവസാനം വരെ ഞാൻ വിശ്വസിക്കും എനിക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമെന്ന്. ഞാൻ എൻ്റെ ക്ലബ്ബിൽ അത്രയധികം ഒന്നും കളിക്കുന്നില്ല, ശരിയാണ്. അത് മറ്റ് പ്ലേയേഴ്സ് നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഗോൾ അടിക്കുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്നിൽ നല്ല വിശ്വാസമുണ്ട്, അത് ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്നുമുണ്ട്. അവസാനം വരെ ഞാൻ വിശ്വസിക്കും. എനിക്ക് ഒരവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പേര് അഞ്ചലോട്ടിയുടെ റഡാറിലുണ്ടാവും. ഒരുപാട് പേരുകൾ എൻ്റെ മുന്നിലുണ്ട്, എന്നേക്കാൾ മുന്നിലുണ്ട്. പക്ഷെ ഒരു ചാൻസ് വരികയാണെങ്കിൽ എൻ്റെ പേരെന്തായാലും പരിഗണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് ഗോളടിക്കാനുള്ള കഴിവുണ്ട്, അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അസിസ്റ്റ് കൊടുക്കാനുള്ള കഴിവുണ്ട്, സ്പേസുകൾ ഓപ്പൺ അപ്പ് ആക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വിങ്ങുകളിൽ കളിക്കാനും കഴിയും. സോ ഞാൻ ഇതിനു മുമ്പും അത് ചെയ്തിട്ടുണ്ട്. ബ്രസീൽ ടീമിനോടൊപ്പം വേൾഡ് കപ്പിന് പോകാൻ ഞാൻ സജ്ജനാണ് എന്നാണ് ഇപ്പോൾ ഗബ്രിയേൽ ഹീസസ് പറയുന്നത്. പക്ഷേ നിലവിലൊരവസ്ഥയിൽ ഗബ്രിയേൽ ഹീസസിലേക്ക് കോച്ച് കാർലോ അഞ്ചലോട്ടി പോകുമോ? സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുന്നേറ്റ നിരയിൽ ഏതാണ്ട് കാര്യങ്ങൾ അദ്ദേഹം സെറ്റാക്കി എടുത്താണ്. അപ്പോൾ അതിനിടയ്ക്ക് ചില പരിക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും പേസ്റ്റവായുടെ പരിക്ക് അതൊക്കെ തിരിച്ചടി തന്നെയാണ്. എന്നാൽ പോലും ഗബ്രിയേൽ ഹീസസിന് ഒരു അവസരം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. എസ്റ്റവായുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് കൂടി ഗ്ലോബോയെ പോലുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതിലവർ പറയുന്നത് എസ്റ്റവായും വരും ദിവസങ്ങളിൽ ബ്രസീലിലേക്ക് മടങ്ങിയെത്തും. എന്നിട്ട് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, വേൾഡ് കപ്പിന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിന് അദ്ദേഹം വിധേയനാകും. ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം സർജറിക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ CBF ആണ് കൃത്യമായിട്ട് ചെയ്യുക എന്നുകൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.